ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നാണെങ്കിൽ ഒരു ഫ്രോക്ക് നൈറ്റ് തയ്ക്കാമെന്ന് വിചാരിച്ചതല്ല, തയ്ച്ചു. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയാണെങ്കിൽ ഞാനൊരു തയ്യൽക്കാരിയൊന്നുമല്ല. അപ്പോൾ എനിക്ക് അമ്മയാണ് തയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊന്ന് ഒരു ഫ്രോക്ക് തയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു നൈറ്റ് പീസൊക്കെ ഉണ്ടായിരുന്നു, അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തയ്ക്കാൻ വേണ്ടി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ അമ്മ വെട്ടിയൊക്കെ തന്നു. ഞാനും കുറച്ചൊക്കെ വെട്ടി പറഞ്ഞൊക്കെ തന്ന പോലൊക്കെ കുറേ വെട്ടിയൊക്കെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ടോപ്പൊക്കെ തയ്ച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഫ്രോക്ക് നൈറ്റിയോ ഒന്നും തയ്ച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ച് തയ്ച്ച് നോക്കാമെന്ന്. അപ്പോൾ അമ്മയുടെ സഹായത്തോടെ തന്നെ നമ്മൾ തയ്ക്കും കേട്ടോ. ഇത് അമ്മയുടെ പഴയ മെഷീനാണ്, ഉഷയുടെ അംബ്രല മെഷീനാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പാടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്ത് തയ്ച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് കയറുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് മിഷൻ പണി മുടക്കാറുണ്ട്. എൻ്റെ മോൻ സൈതം എല്ലാവരും കയറിയിരുന്നതിനകത്ത് പണിയും. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പണി നടാറുണ്ട്. പിന്നെ ഈ പച്ച ശരിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നുണ്ട്, എന്തോ ഭാഗ്യത്തിന്. പിന്നെ എന്തായാലും ഞാൻ ഒരു ഇതൊക്കെ 2 ദിവസമായിട്ടാണ് തയ്ച്ചത്. ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രസ്സ് മാറിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ അതിന് ഞുറിവൊക്കെ വെച്ചുള്ള രീതിയിലാണ് കേട്ടോ, അതായത് പ്ലീറ്റൊക്കെ വെച്ചുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ തയ്ച്ചത്. അപ്പോൾ നമ്മളൊരു കാര്യം തയ്ച്ച് ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് പറയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മോനാണെങ്കിൽ മാങ്ങയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി മാങ്ങയൊക്കെ ആയിരുന്നു. പിന്നെ ഇതിങ്ങനെ തയ്ച്ചിട്ടൊക്കെ വന്നിട്ട് പ്ലേറ്റൊക്കെ വെച്ചപ്പോൾ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് വണ്ണമുള്ളവർക്ക് ഇച്ചിരി പ്ലേറ്റ് ഒത്തിരി വെക്കാതിരിക്കുന്ന വൃത്തിയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനാണെങ്കിൽ ഒരിടത്ത് കണ്ടത് വെച്ചാട്ടോ, എൻ്റെ ഐഡിയ ഒന്നുമല്ല, കണ്ടത് വെച്ചാൽ ഞാനിത് തയ്ച്ചത്. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായത് തയ്ച്ചപ്പോൾ പിന്നെ മുടിയൊക്കെ ഇടിച്ചിട്ട് നിങ്ങളെ ഷോ കാണിക്കാമെന്ന് വിചാരിച്ചു. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ